നമസ്കാരം. ഉച്ചവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മോഷണം പോയ സ്വർണത്തിന്റെ അളവിൽ അവ്യക്തത. സ്മാർട്ട് ക്രിയേഷൻസ് വിജിലൻസിന് നൽകിയ മൊഴിയിലും വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും കണക്കുകൾ വ്യത്യസ്തം. സ്വർണ്ണ കവർച്ചയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. കവർച്ച, ഗൂഢാലോചന, വിശ്വാസവഞ്ചന എന്നീ വകുപ്പുകൾ ചുമത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും 9 ഉദ്യോഗസ്ഥരും പ്രതികളാകും. സന്നിധാനത്ത് അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ പരിശോധന തുടരുന്നു. ഇന്ന് സ്ട്രോങ് റൂമിലെ സ്വത്തുവകകളുടെ വിശദമായ കണക്കെടുക്കും. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി എത്തിച്ച ദ്വാരപാലക ശില്പങ്ങളുടെ പാളിയും പീഠവും പരിശോധിക്കും. മന്ത്രി വാസവന്റെ ഏറ്റുമാനൂരിലെ വസതിയിലേക്കും വീട്ടിലേക്കും BJP മാർച്ച്. പേരാമ്പ്ര സംഘർഷത്തിൽ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധ സംഗമം. തൃശൂരിലും കൊച്ചിയിലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം. ഷാഫിയെ മർദ്ദിച്ചത് CPM ക്രിമിനലുകളും പോലീസ് ഗുണ്ടകളും ചേർന്നെന്ന് VD സതീശൻ. നടന്നത് പോലീസിന്റെ കാട്ടുനീതിയെന്നും ഒന്നും മറക്കില്ലെന്നും KC വേണുഗോപാൽ. പോലീസിന്റെ തെറ്റായ ഇടപെടൽ സംഘർഷത്തിന് കാരണമെന്ന് K മുരളീധരൻ. കാർഷിക മേഖലയിലെ വികസനം ലക്ഷ്യമിട്ട് വമ്പൻ പദ്ധതികൾ. 42,000 കോടി രൂപയുടെ 5 പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. പയറുവർഗ്ഗങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ 11,440 കോടി രൂപയുടെ പദ്ധതി. കാർഷിക വിഭവങ്ങളുടെ സംഭരണം, ജലസേചനം എന്നിവ ഉറപ്പാക്കുന്ന PM ധൻ ധാന്യകൃഷി യോജനയ്ക്കും തുടക്കം. കോട്ടയത്ത് എലിപ്പനി മരണം. 10ാം ക്ലാസ് വിദ്യാർത്ഥിയും SH മൗണ്ട് സ്വദേശിയുമായ ലെനൻ C. ശ്യാം മരിച്ചു. മരണം പനി ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക്. ഇപ്പോൾ 4 വിക്കറ്റിന് 512 റൺസ് എന്ന നിലയിൽ. യശസ്വി ജയ്സ്വാൾ 175 റൺസിന് പുറത്ത്. ശുഭ്മാൻ ഗില്ലിന് സെഞ്ചുറി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മോഷണം പോയ സ്വർണത്തിന്റെ അളവിൽ അവ്യക്തത. കൂടുതൽ സ്വർണം കളവ് പോയതായി സംശയം. സ്മാർട്ട് ക്രിയേഷൻസ് വിജിലൻസിന് നൽകിയ മൊഴിയും വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും കണക്കുകൾ വ്യത്യസ്തം. 989 ഗ്രാം സ്വർണം മാത്രമാണ് ഉരുക്കി കിട്ടിയതെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ 1.5 കിലോ സ്വർണം എന്നാണ് വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസം കഴിയുന്തോറും അടിമുടി ദുരൂഹതയേറുകയാണ്. പാളികൾ ഉരുക്കിയപ്പോൾ ആകെ കിട്ടിയത് 989 ഗ്രാം സ്വർണമെന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയിരിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി നൽകിയ മൊഴിപ്രകാരം ദ്വാരപാലക ശില്പങ്ങളുടെ 14 പാളികളിൽ 577 ഗ്രാം സ്വർണവും സൈഡ് പാളികളിൽ നിന്ന് 409 ഗ്രാം സ്വർണവും ഉൾപ്പെടെ ആകെ 989 ഗ്രാം സ്വർണമെന്നാണ് കണക്ക്. എന്നാൽ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങൾ പൂശാൻ മാത്രം 1564 ഗ്രാം സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. UB ഗ്രൂപ്പിന്റെ രേഖകളും ശബരിമലയിലെ മഹസറും പരിശോധിച്ചാണ് ദേവസ്വം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അങ്ങനെയെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ കണക്കിലുള്ള 577 ഗ്രാം കഴിഞ്ഞാൽ ബാക്കി 987 ഗ്രാം സ്വർണം ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രമുണ്ട്. മറ്റ് 7 സൈഡ് പാളികളിലെ സ്വർണം വേറെയും. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശുന്നതിന് 3 ഗ്രാം മാത്രമാണ് സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയതെന്നും ബാക്കി വന്ന 474 ഗ്രാം സ്വർണം കൈപ്പറ്റിയെങ്കിലും ദേവസ്വം ബോർഡിന് തിരികെ നൽകിയിട്ടില്ല എന്നുമാണ് ഹൈക്കോടതി വിധിയിലുള്ളത്. എന്നാൽ ഈ 474 ഗ്രാമിന് പുറമെ കൂടുതൽ സ്വർണത്തിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ 1.5 കിലോയിലേറെ സ്വർണത്തിന്റെ കണക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയേണ്ടി വരും. കൂടുതൽ സ്വർണമുണ്ടോ എന്ന് വ്യക്തത വരുത്താൻ സ്വർണ്ണപ്പാളിയുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്വർണ്ണപ്പാളി വിവാദത്തിനിടെ ശബരിമലയിലെ സ്ട്രോങ് റൂം പരിശോധന തുടരുന്നു. തിരുവാഭരണ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊപ്പമുണ്ട്. അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി സന്നിധാനത്തെത്തിച്ച പാളികളുടെ പരിശോധന നാളെ നടക്കും. സന്നിധാനത്തെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാകും പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിൽ തിങ്കളാഴ്ച പരിശോധന നടക്കുക. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുന്നുണ്ട്. കണ്ണൻ, 2 ദിവസങ്ങളിലായാണ് സന്നിധാനത്ത് പരിശോധന. എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ സന്നിധാനത്ത് പരിശോധന തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, പുരോഗമിക്കുകയാണ്. സന്നിധാനത്തെ സ്ട്രോങ് റൂമുകൾ തുറന്ന് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്.
ഈ ജസ്റ്റിസ് കെ ടി ശങ്കറിനൊപ്പം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും ഒപ്പം തിരുവാഭരണ കമ്മീഷണറും അടക്കം ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല പ്രത്യേകം ദേവസ്വം ഗോൾഡ് അടക്കം ഈ പരിശോധനകളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ദേവസ്വം രജിസ്റ്ററിലെ കണക്കുകളും സ്ട്രോങ് റൂമിലെ വസ്തുക്കളും തമ്മിൽ ഒത്തുനോക്കി വിശദമായി പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ഈ സ്ട്രോങ് റൂമുകളിൽ ഈ രജിസ്റ്ററിലെ കണക്ക് പ്രകാരമുള്ള വസ്തുക്കൾ ഉണ്ടോ, അതിന്റെ മൂല്യം എത്ര, അതിന്റെ തൂക്കം എത്ര തുടങ്ങി വിശദമായി തന്നെയാണ് പരിശോധിക്കുന്നത്. ഇത്തരത്തിൽ ഈ പരിശോധന കഴിഞ്ഞാൽ നാളെ ആയിരിക്കും ഈ ദ്വാരപാലക പാളികൾ, അതായത് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി തിരികെ എത്തിച്ച ദ്വാരപാലക പാളികൾ പരിശോധിക്കുക. അതും സാങ്കേതികമായി തന്നെ വിദഗ്ധർ ഈ ഗോൾഡ് സ്മിത്ത് അടക്കം കൃത്യമായി പരിശോധിക്കും. അത്തരത്തിൽ ആ പരിശോധനകൾ പൂർത്തിയാക്കി കൃത്യമായ റിപ്പോർട്ടായിരിക്കും ഹൈക്കോടതിക്ക് സമർപ്പിക്കുക. അത്തരത്തിൽ ഈ ഭക്തർ നൽകിയ മൂല്യമുള്ള സാധനങ്ങൾ അടക്കം ഈ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്നതടക്കം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കും. അത്തരത്തിൽ വിശദമായി തന്നെയാണ് പരിശോധന നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഈ ശബരിമലയിലെ മൂല്യമുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ആറന്മുളയിലെ സ്ട്രോങ് റൂമും പരിശോധിച്ച് അവിടെ നിന്നും റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. അതിനായി തിങ്കളാഴ്ച ആയിരിക്കും അത്തരത്തിൽ ആറന്മുളയിൽ പരിശോധന നടത്തുക. ഇത് ശബരിമലയിൽ കൃത്യമായ കണക്ക് അനുസരിച്ച് ഉദ്യോഗസ്ഥ വീഴ്ച സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം ഇന്നും നാളെയും നടക്കുന്ന സന്നിധാനത്തെ പരിശോധനയിൽ കൃത്യമായി പരിശോധിക്കും. അതിനുശേഷം നാളെ കഴിഞ്ഞിട്ട് ആയിരിക്കും ആറന്മുളയിലെ പരിശോധന നടക്കുക. എന്തായാലും ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ വന്ന സ്ഥിതിക്ക് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇത്തരത്തിൽ ശരിക്കും ഹൈക്കോടതി പരിശോധിക്കുന്നതിന് തുല്യമായി തന്നെയാണ് അമിക്കസ് ക്യൂറി ഈ പരിശോധനകൾ നടത്തുക. തീർച്ചയായിട്ടും ഇന്നും നാളെയും മറ്റന്നാളുമായി ഈ പരിശോധനകൾ തുടരും. ശരി, സ്വർണ്ണപ്പാളി വിവാദത്തിനിടെ ശബരിമലയിലെ സ്ട്രോങ് റൂം പരിശോധന പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കണ്ണൻ ദേവ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി യുവമോർച്ച. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമം പോലീസ് തടഞ്ഞു. മുഖ്യമന്ത്രി താമസിക്കുന്ന തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിലേക്കായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. (2019) മുതൽ ശബരിമലയിൽ നടന്നത് കൊള്ളയെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. അയ്യപ്പനെ വിഴുങ്ങാത്തത് ഭാഗ്യമെന്നും കെ മുരളീധരൻ പറഞ്ഞു. 2019 മുതൽ അയ്യപ്പനെ വിഴുങ്ങാത്ത ഭാഗ്യം. ഇനിയിപ്പോൾ പിണറായി മൂന്നാം തവണ അധികാരത്തിൽ വരണമെന്നാണ് പറഞ്ഞത്. മൂന്നാം തവണ പിണറായി അധികാരത്തിൽ വന്നാൽ സ്വാമി എന്ന് നമ്മൾ വിളിച്ചാൽ അയ്യപ്പൻ പിണറായിൻ്റെ വയറ്റുന്ന വിളി വെക്കുക. കാരണം ഇനിയിപ്പോൾ അയ്യപ്പനെ മാത്രമേ വിഴുങ്ങാൻ ബാക്കിയുള്ളൂ. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തെ തുടർന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവന്റെ രാജി ആവശ്യപ്പെട്ട് ബി.ജെ.പി. നേതൃത്വത്തിൽ മന്ത്രിയുടെ ഏറ്റുമാനൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ടൗണിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ മന്ത്രിയുടെ ഓഫീസിന് 100 മീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി സമരം ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജി. ലജിൻലാൽ, മറ്റ് ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെ 100 കണക്കിന് പ്രവർത്തകർ സമരപരിപാടിയിൽ പങ്കെടുത്തു. ഷാഫി പറമ്പിൽ എംപിക്കെതിരായ അക്രമത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. കോഴിക്കോട്ട് IG ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. M.K. രാഘവൻ MP, K. പ്രവീൺകുമാർ, T. സിദ്ദിഖ്, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു. IG ഓഫീസിന് മുന്നിൽ വാഹനങ്ങൾ തടഞ്ഞു. UDF പ്രവർത്തകർ നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെ പോലീസും UDF പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സംസ്ഥാന വ്യാപകമായാണ് വലിയ രീതിയിൽ പ്രതിഷേധ സംഗമം നടന്നത്. തൃശൂരിലും കൊച്ചിയിലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം നടന്നു. കൊച്ചിയിൽ പ്രവർത്തകർ ദേഹത്ത് കരിയോയിൽ ഒഴിച്ച് റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. രാവിലെ തൃശൂരിലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധ ശ്രമമുണ്ടായി. പ്രതിഷേധത്തിനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി.
കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഷാഫിയെ തങ്ങൾ അടിച്ചിട്ടില്ലെന്ന് പോലീസ് ആവർത്തിക്കുന്നതിനിടെയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നത്. മൂക്കിന് പരിക്കേറ്റ ഷാഫിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. അതേസമയം സംഭവത്തിൽ UDF നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തു. പേരാമ്പ്രയിലെ CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ ലാത്തികൊണ്ട് ഷാഫി പറമ്പിലിന്റെ തലയ്ക്ക് പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ലാത്തി ചാർജ് നടന്നിട്ടില്ലെന്ന് ആവർത്തിക്കുന്നതിനിടെ പുറത്തുവന്ന ദൃശ്യങ്ങൾ പോലീസിന് തിരിച്ചടിയാണ്. മൂക്കിന് പരിക്കേറ്റ ഷാഫിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള 30ഓളം UDF നേതാക്കൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MP, കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺകുമാർ ഉൾപ്പെടെ 8 UDF നേതാക്കൾക്കെതിരെയും കണ്ടാലറിയാവുന്ന 692 പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. ഗതാഗത തടസ്സം സൃഷ്ടിച്ചു, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് FIR. സംഘർഷത്തിൽ CPIM നേതാക്കളായ K സുനിൽ, KK രാജൻ എന്നിവർക്കെതിരെയും കണ്ടാലറിയാവുന്ന 492 CPIM പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിന് പിന്നാലെയാണ് UDFും LDFും ഇന്നലെ വൈകിട്ട് പേരാമ്പ്രയിൽ റാലി സംഘടിപ്പിച്ചത്. റാലികൾ നേർക്കുനേർ വന്നതോടെ സംഘർഷമായി. ഇതിനിടെ പോലീസിന്റെ ലാത്തിചാർജിലും കണ്ണീർവാതക പ്രയോഗത്തിലുമാണ് പരിക്കേറ്റത്. സംഭവത്തിന് പിന്നാലെ കോഴിക്കോട്, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ പ്രതിഷേധങ്ങളും അരങ്ങേറിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. CPM ക്രിമിനലുകളും അവർക്കൊത്താശ ചെയ്യുന്ന കേരള പോലീസിലെ ഗുണ്ടകളും ചേർന്നാണ് ഷാഫി പറമ്പിൽ MPയെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അക്രമ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്താണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ ഷാഫിയെയും പരിക്കേറ്റ മറ്റുള്ളവരെയും സൈബർ ഇടങ്ങളിലും അല്ലാതെയും കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ അധിക്ഷേപിക്കുകയാണ്. ഇതൊന്നും കൊണ്ട് പോരാട്ട വീര്യത്തെ തകർക്കാനാകില്ലെന്നും VD സതീശൻ പറഞ്ഞു. പോലീസ് ഒന്നും ചെയ്തില്ല, ലാത്തിയിൽ തൊട്ടിട്ടേയില്ല എന്നൊക്കെയാണ് കോഴിക്കോട് റൂറൽ SP അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പച്ചക്കള്ളം പൊളിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. സർക്കാരിന്റെ ശമ്പളം വാങ്ങി AKG സെന്ററിലെ ഉത്തരവനുസരിച്ച് പ്രവർത്തിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഷാഫിക്കെതിരെ നടന്നത് പോലീസിന്റെ കാട്ടുനീതിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഒന്നും മറക്കില്ലെന്നും വേണുഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭീകരമായ ആക്രമണം പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MLAക്കെതിരെ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇന്നലെ 3 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ വേണ്ടി വന്നു ഷാഫിക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പ്രിവിലേജാണ്. ഒരു MPക്കെതിരെ പോലീസ് ചെയ്തു പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാനിപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ചില ഉദ്യോഗസ്ഥർ. പേരാമ്പ്രയിലെ പ്രശ്നങ്ങൾക്ക് കാരണം പോലീസിന്റെ തെറ്റായ ഇടപെടലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. CKG കോളേജിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ KSUവിന്റെ വിജയത്തിൽ ഹാലിളകിയ SFI ആണ് കുഴപ്പമുണ്ടാക്കിയത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് ഈ പ്രശ്നത്തെ വളരെയധികം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും K മുരളീധരൻ പറഞ്ഞു. ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു MPയെ യാതൊരു മര്യാദയും കൂടാതെയാണ് പോലീസ് തല്ലിയത്. ഇന്നിപ്പോൾ ഷാഫി ഓപ്പറേഷൻ കഴിഞ്ഞ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ICUവിലാണ്. മാത്രമല്ല ശ്വാസം വിടാൻ പോലും അദ്ദേഹത്തിന് കഴിയാത്ത അവസ്ഥയാണ്. ഒരു ജനപ്രതിനിധി എത്രയേറെ ക്രൂരമായി തല്ലുകയും CPMന് പ്രൊട്ടക്ഷൻ നൽകുകയും UDF യോഗത്തിനെ കലക്കാൻ നോക്കുകയും ചെയ്ത പോലീസ് ഇതിൽ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം വരുത്തിയിട്ടുണ്ട്. റൂറൽ SP KE ബൈജുവിനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഷാഫി പറമ്പിലിനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു രാഹുൽ. IPS കിട്ടിയതിന് ഉപകാരസ്മരണ ചെയ്യാനായി കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചാൽ രാഷ്ട്രീയമായി കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. സർക്കാർ എത്ര ശ്രമിച്ചാലും ശബരിമല തട്ടിപ്പിൽ സത്യം പുറത്തുവരും വരെ പ്രക്ഷോഭം നടത്തുമെന്നും രാഹുൽ പറഞ്ഞു. കൊല്ലാനും മടിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണ് എന്ന് മൂക്കിന് ക്ഷതമേറ്റ് ഗുരുതരമായി പരിക്കുപറ്റ ആശുപത്രിയിലേക്ക് ചോരയൊലിപ്പിച്ച് കടന്നു പോകുമ്പോഴും ശ്രീ ഷാഫി പറമ്പിൽ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം. ശബരിമലയിൽ അയ്യപ്പൻ്റെ ഒന്നുകട്ട വിഷയം മറയ്ക്കുവാൻ വേണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ജനപ്രതിനിധി ശ്രീ ഷാഫി പറമ്പിലിനെ പോലൊരു പാർലമെൻറ്റ് മെമ്പറെ പോലും ഇത്തരത്തിൽ തെരുവിൽ
ക്രൂരമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കോഴിക്കോട് പേരാമ്പ്രയിൽ അക്രമം നടത്തുന്നത് ലീഗ് കോൺഗ്രസ് ഗുണ്ടാസംഘമാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. CKG കോളേജിൽ തോറ്റത് KSU ആണ്. UDF ഹർത്താലിന്റെ മറവിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിക്കുമ്പോൾ പ്രതിഷേധമുണ്ടാവുക സ്വാഭാവികമാണ്. ആ പ്രതിഷേധം അലങ്കോലമാക്കാൻ ഷാഫിയും സംഘവും എത്തി. ഇതെല്ലാം ഷാഫിയുടെ ഷോയാണെന്നും ഷോയുമായി വന്നാൽ കനത്ത രീതിയിൽ പ്രതികരിക്കുമെന്നും സനോജ് മുന്നറിയിപ്പ് നൽകി. പിന്നെയുണ്ടാകുന്ന സംഘർഷത്തിന് ഉത്തരവാദി ഷാഫി പറമ്പിലായിരിക്കുമെന്നും സനോജ് പറഞ്ഞു. ആ ഹർത്താലിന്റെ മറവിൽ പേരാമ്പ്രയിലെ പഞ്ചായത്ത് ഓഫീസിൽ കയറി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ആളെ ക്രൂരമായി മർദ്ദിക്കും. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റാൽ ജനങ്ങളാകെ ഇറങ്ങുമല്ലോ. അങ്ങനെ നൂറുകണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ ഇറങ്ങിക്കൊണ്ട് അവിടെ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. കാർഷിക മേഖലയിലെ വികസനം ലക്ഷ്യമിട്ട് വമ്പൻ പദ്ധതികൾ 42,000 കോടി രൂപയുടെ 5 പദ്ധതികൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. പയറുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ 11,440 കോടി രൂപയുടെ പദ്ധതിയാണ് നിലവിൽ വന്നത്. കാർഷിക വിഭവങ്ങളുടെ സംഭരണം, ജലസേചനം എന്നിവ ഉറപ്പാക്കുന്ന PM ധൻ ധാന്യകൃഷി യോജനയ്ക്കും തുടക്കമായി. പശുപരിപാലനം, മത്സ്യമേഖല എന്നിവയ്ക്കായി 5,450 കോടി രൂപയുടെ പദ്ധതിയും ഉദ്ഘാടനം ചെയ്തു. साथियों, खेती और किसानी हमेशा से हमारी विकास यात्रा का एक प्रमुख हिस्सा रही है. बहुत जरूरी होता है कि बदलते समय के साथ खेती किसानी को सरकार का सहयोग मिलता रहे. കോട്ടയത്ത് എലിപ്പനി ബാധിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. SH മൗണ്ട് സ്വദേശി ശ്യാം സി ജോസഫിന്റെ മകൻ ലെനൻ സി ശ്യാമാണ് മരിച്ചത്. പനി ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. കോട്ടയം ഹോളി ഫാമിലി ഹൈസ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് കോട്ടയം നല്ലയിടയൻ ദേവാലയത്തിൽ നടക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് 2023 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട രേഖ അമൃത വാർത്തകൾക്ക്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് ED സമൻസ് അയച്ചതെന്നാണ് വിവരം. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിനിടെ അന്നത്തെ ED കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന PK ആനന്ദാണ് മുഖ്യമന്ത്രിയുടെ മകനായ വിവേക് കിരണിന് സമൻസ് അയച്ചത്. 2023 ഫെബ്രുവരി 14-ന് രാവിലെ 10:30 EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനായിരുന്നു സമൻസ്. എന്നാൽ വിവേക് ഹാജരായില്ല. അതേ ഓഫീസിൽ 3 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അന്നു രാത്രിയിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ED അറസ്റ്റ് ചെയ്തത്. സമൻസിൽ ഹാജരാകാതിരുന്ന വിവേകിനെതിരെ EDയുടെ ഭാഗത്തുനിന്ന് പിന്നീട് എന്ത് നടപടിയുണ്ടായി എന്നതിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. അബുദാബിയിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ വിവരങ്ങൾ UAE അധികൃതരിൽ നിന്ന് ED തേടിയിരുന്നതായും സൂചനയുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 50-ാം വകുപ്പിലെ 2, 3 ഉപവകുപ്പുകൾ പ്രകാരമാണ് വിവേകിന് സമൻസ് അയച്ചിട്ടുള്ളത്. വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൌസ്, തിരുവനന്തപുരം എന്ന പേരിലാണ് സമൻസ് അയച്ചിരിക്കുന്നത്. 2018-ലെ പ്രളയബാധിതർക്കായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയ പദ്ധതിയുടെ മറവിൽ കോടികളുടെ കൈക്കൂലി ഇടപാട് നടന്ന കേസാണ് ED അന്വേഷിച്ചത്. കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതിയുടെ പരിഗണനയിലാണ് കേസുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ചെന്നും ആ നോട്ടീസിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കറിയില്ലെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. വിവേക് കിരണിന് നോട്ടീസ് അയച്ച അതേ സമയത്താണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്യുന്നത്. 2024-ലാണ് അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുന്നതെന്നും 2 പേരും ഇന്ത്യാ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരാണെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയൻ ഇന്ത്യാ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയാണോ അതോ NDA സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയാണോ എന്ന് ചോദിച്ച അദ്ദേഹം ഇതിലെല്ലാം ദുരൂഹതയാണ് അവശേഷിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ചു. ഒരു പത്രവാർത്തയാണെന്ന്. 2023 ഫെബ്രുവരി മാസത്തിൽ. ആ നോട്ടീസിന് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല. ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നത് കേരളത്തിൽ? ഇതേ കാലയളവിലാണ് മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ച കാലത്താണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിനെ ഹേമന്ത് സോറനെ അന്ന് ED അറസ്റ്റ് ചെയ്യുന്നത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ ഫ്ളാറ്റ് കെട്ടിടത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. വടക്കാഞ്ചേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആശുപത്രി കെട്ടിടത്തിന്റെ ഭീമൻ ഗ്ലാസ് ഭിത്തികൾ അടിച്ചു തകർത്ത നിലയിലാണ്. മെറ്റൽ ചാനലുകൾ അപഹരിച്ചു. വയറിംഗും വൈദ്യുതി ഉപകരണങ്ങളും നശിപ്പിച്ചു. നാട്ടുകാരാണ് സംഭവം ആദ്യം അറിഞ്ഞത്. അതേസമയം സംഭവത്തിൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് വടക്കാഞ്ചേരി പോലീസ് അറിയിച്ചു. കാട് കയറി കിടക്കുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. സാമൂഹ്യ വിരുദ്ധരുടെ പ്രവൃത്തിയിൽ പ്രദേശവാസികളും ആശങ്കയിലാണ്.
കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദ നിർമ്മാണത്തിൽ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ ദേവസ്വം പ്രസിഡന്റ് റിപ്പോർട്ട് തേടി. കഴിഞ്ഞ ദിവസമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദം സമീപത്തെ വാടക വീട്ടിൽ നിർമ്മിക്കുന്നതായി കണ്ടെത്തിയത്. കരി, പ്രസാദം, ചന്ദനം, ഭസ്മം എന്നിവയാണ് വൃത്തിഹീനമായ സ്ഥലത്തു നിന്നും കണ്ടെത്തിയത്. വീടിനുള്ളിൽ നിന്നും മദ്യക്കുപ്പികൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ ഡോക്ടർക്ക് വെട്ടേറ്റതിൽ പ്രതിഷേധിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാർ നടത്തിവന്ന സമരം താൽക്കാലികമായി നിർത്തിവെച്ച് KGMOയെ. ജില്ലാ കളക്ടർ, DMO എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 24 മണിക്കൂറും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുമെന്ന ജില്ലാ കളക്ടറുടെ ഉറപ്പ് കണക്കിലെടുത്താണ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ സമരം അവസാനിപ്പിക്കുന്നതെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ KGMOയെ അറിയിച്ചു. അത്യാഹിത വിഭാഗത്തിൽ അടിയന്തരമായി ട്രയാജ് സംവിധാനങ്ങൾ ആരംഭിക്കാൻ ആശുപത്രി സൂപ്രണ്ടിന് DMO നിർദ്ദേശം നൽകാനും ചർച്ചയിൽ തീരുമാനമായി. സമരം ഭാഗികമായിട്ട് പിൻവലിച്ചു. കാരണം 2 ആഴ്ച സമയമാണ് DMO തലത്തിൽ ഈ ഇടപെടലുകൾക്കും ഇവിടെയുള്ള സെക്യൂരിറ്റി സംവിധാനം പ്രാവർത്തികമാക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നനുസരിച്ച് മാത്രമേ ബാക്കിയുള്ള സമരത്തിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഒഴിവുകളിൽ ഹഡ്ഹോക്ക് സുരക്ഷാ ജീവനക്കാരുടെ നിയമനങ്ങൾ നടത്താനും ഗ്രേ കോഡ് പ്രോട്ടോകോൾ നടപ്പിലാക്കാനും ഉടൻ നടപടികൾ സ്വീകരിക്കും. ഡ്യൂട്ടിക്കിടെ വധശ്രമത്തിനിരയായ ഡോക്ടർ വിപിന്റെ ചികിത്സാ ചെലവുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച 9 വയസ്സുകാരുടെ പിതാവ് സനൂപ് ഡോക്ടറെ വെട്ടിയത്. കുടുംബത്തിന് നീതി ലഭിച്ചില്ല എന്നാരോപിച്ചായിരുന്നു ആക്രമണം. അമൃത ന്യൂസ്, കോഴിക്കോട്. നെയ്യാറ്റിൻകരയിലെ വീട്ടമ്മയുടെ ആത്മഹത്യയിൽ കോൺഗ്രസ് നേതാവിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തു. കോൺഗ്രസ് നേതാവ് ജോസ് പ്രാങ്കിളിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ജോസ് പ്രാങ്കിളിന്റെ പേരുണ്ടായതിന് പിന്നാലെയാണ് നടപടി. ലൈംഗിക താൽപര്യങ്ങൾക്കുൾപ്പെടെ ഇയാൾ സമ്മർദ്ദം ചെലുത്തി എന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. വീട്ടമ്മയുടെ 2 മക്കളും ജോസ് പ്രാങ്കിളിനെതിരെ മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തത്. കോൾഡ്രിഫ് നിർമ്മാണം പരിശോധിക്കുന്നതിൽ തമിഴ്നാട് ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് കേന്ദ്ര സർക്കാർ. മരുന്ന് നിർമ്മാണ കമ്പനിയിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടത്തിയിരുന്നില്ലെന്നാണ് വിവരം. കേന്ദ്ര ഡ്രഗ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ഡാറ്റാബേസിൽ ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കലിനെ കുറിച്ച് വിവരങ്ങൾ ഒന്നുമില്ല. അന്വേഷണത്തോട് തമിഴ്നാട് സർക്കാർ സഹകരിക്കുന്നില്ലെന്നും വിമർശനം. ഡൽഹിയിൽ കോൾഡ്രിഫ് വിതരണവും ഉപയോഗവും നിരോധിച്ചു. 20-ലധികം കുട്ടികളാണ് കഫ് സിറപ്പ് കഴിച്ചതിന് പിന്നാലെ രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായി മരിച്ചത്. മരണത്തിന് കാരണമായ കോൾഡ്രിഫ് നിർമ്മാണം ചട്ടങ്ങൾ പാലിച്ചായിരുന്നില്ല എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത്. നിയമലംഘനങ്ങളിൽ ഒരു നടപടിയും സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗം എടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന് വിവരങ്ങൾ കൈമാറിയിരുന്നില്ല. ഒരു തരത്തിലുമുള്ള ഓഡിറ്റിംഗും കമ്പനിയിൽ നടത്തിയിരുന്നില്ല എന്നും CDSCO വൃത്തങ്ങൾ പറയുന്നു. ഏറ്റവും ഒടുവിൽ മധ്യപ്രദേശിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് തമിഴ്നാട് സർക്കാർ ഫാർമസ്യൂട്ടിക്കൽ ഓഡിറ്റിംഗ് നടത്തിയെന്നാണ് കേന്ദ്ര ഏജൻസി വ്യക്തമാക്കുന്നത്. CDSCO നേതൃത്വത്തിൽ കമ്പനിയിൽ പരിശോധന നടത്താൻ ശ്രമിച്ചപ്പോഴും നിസ്സഹകരണ സമീപനമാണ് തമിഴ്നാട് സർക്കാർ സ്വീകരിച്ചത്. സ്വന്തം നിലയിൽ പരിശോധന നടത്തിയ കമ്പനിയുടെ അനുമതി റദ്ദാക്കിയെന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ പറയുന്നു. ഇപ്പോഴും അന്വേഷണത്തോട് തമിഴ്നാട് സർക്കാർ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ആരോപണം. ആവശ്യമായ വിവരങ്ങൾ ഇതുവരെ അന്വേഷണ ഏജൻസികൾക്കോ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്കോ തമിഴ്നാട് ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടില്ല. മരുന്ന് നിർമ്മാണം, വിതരണം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കേന്ദ്ര പോർട്ടലിൽ ശ്രേഷൻ ഫാർമസ്യൂട്ടിക്കൽസ് രജിസ്റ്റർ ചെയ്തില്ല എന്ന വിവരം കൂടി പുറത്തുവരുന്നുണ്ട്. 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഈ നടപടിയുടെ ഭാഗമാകാൻ കമ്പനി തയ്യാറായില്ലെന്നും അല്ലെങ്കിൽ സംസ്ഥാനം അവരെ അതിനായി നിർബന്ധിച്ചില്ല എന്നും ഉദ്യോഗസ്ഥർ കുറ്റപ്പെടുത്തുന്നു. ഏതായാലും സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിനെതിരെയും സർക്കാരിനെതിരെയും ഗുരുതര ആരോപണമാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയുടെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമപ്രവർത്തകരെ വിലക്കിയതിൽ വിശദീകരണവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഒരു പങ്കുമുണ്ടായിരുന്നില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അതേസമയം സംഭവത്തിൽ വിമർശനം ശക്തമാവുകയാണ്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ നിലപാട് അറിയണമെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. സ്ത്രീകൾ നട്ടെല്ലും അഭിമാനവുമാകുന്ന രാജ്യത്ത് കഴിവുകളെ ഉള്ള സ്ത്രീകളെ എങ്ങനെയാണ് അപമാനിക്കുന്നതെന്നും പ്രിയങ്ക ഗാന്ധി ചോദിച്ചു. ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള മാർഗമായല്ല സ്ത്രീകളുടെ അവകാശങ്ങളെ അംഗീകരിക്കേണ്ടതെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. ഇന്നലെ അഫ്ഗാൻ എംബസിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് വനിതാ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കിയത്.
വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പൊതുവേദിയിൽ മന്ത്രി പി പ്രസാദിന്റെ ശാസന. പന്നികുത്തിയ കർഷകർക്ക് 5 വർഷമായിട്ടും നഷ്ടപരിഹാരമില്ല. സർക്കാർ ജീവനക്കാർ ജനങ്ങളുടെ നികുതി പണം ശമ്പളമായി വാങ്ങുന്നവരാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ല എന്ന് പറയാനല്ല, ശമ്പളം കൃത്യമായി നൽകുന്നത്. നഷ്ടപരിഹാരം വൈകിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാനും നിർദ്ദേശം. നഷ്ടപരിഹാരത്തിനുള്ള ഫയലിൽ ഒപ്പിടാത്ത ഡോക്ടർക്കെതിരെയും നടപടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ഈ ആളുകൾക്ക് അവർക്ക് അർഹമായ സാമ്പത്തിക ആനുകൂല്യം ലഭ്യമാവാത്തൊരവസ്ഥയുണ്ട്. ഇന്നത്തെ യോഗത്തിൽ കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ആരാണോ അതിൻ്റെ ഉത്തരവാദികൾ അവർക്കെതിരെ മറ്റ് നടപടികൾ സ്വീകരിക്കണം എന്ന് ഇന്ന് ആ യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടാണ് ഞാൻ ഈ യോഗത്തിലേക്ക് പങ്കെടുക്കാൻ വിടുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ പ്രതിസ്ഥാനത്ത് വരാത്തത് CPM BJP ഡീലിന്റെ ഭാഗമായെന്ന് അനിൽ അക്കരെ. ED മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കാണ് നോട്ടീസ് അയച്ചത്. എന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടായില്ല എന്നതിൽ കേന്ദ്രം മറുപടി പറയണം. അടുത്ത BJP സർക്കാരിന് വേണ്ടി പരവതാനി വിരിക്കുകയാണ് പിണറായി വിജയനെന്നും അനിൽ അക്കരെ കോഴിക്കോട് പറഞ്ഞു. നിർമ്മല സീതാരാമനും പിണറായിയും കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഔദ്യോഗിക വസതിയിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചത്. ആ കേസിൽ എന്തുകൊണ്ട് ഈ വിവേക് വിജയൻ ഹാജരായില്ല എന്നൊരു ചോദ്യമാണ് എനിക്കിന്ന് ചോദിക്കാനുള്ളത്. ആ ചോദ്യത്തിൻ്റെ മറുപടി രണ്ടാളുകൾക്കാണ് പറയാൻ കഴിയുക. ഒന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ്, പിന്നെ ഒന്ന് പറയാൻ കഴിയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മന്ത്രാലയത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള ക്യാബിനറ്റ് മന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിനകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് കൊടുത്തിട്ട് ആ കേസിൽ എന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ കോമേഴ്സ് മിനിസ്ട്രിയുടെ തലപ്പത്തിരിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനും ഇതിൻ്റെ മറുപടി പറയണം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2ാം ടെസ്റ്റിൽ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്ത് ഇന്ത്യ. 5-ന് 518 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ആദ്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തത്. ശുഭ്മാൻ ഗിൽ സെഞ്ചുറി നേടി. 77 പന്തിൽ നിന്നാണ് സെഞ്ചുറി തികച്ചത്. 129 റൺസുമായി ഗില്ല് പുറത്താവാതെ നിന്നു. ഇരട്ട സെഞ്ചുറിയിലേക്ക് മുന്നേറുകയായിരുന്ന യശസ്വി ജയ്സ്വാൾ 175 റൺസിന് പുറത്തായി. 87 റൺസ് എടുത്ത് പുറത്തായ സായി സുദർശന്റെ പ്രകടനവും ഇന്ത്യക്ക് കരുത്തായി. 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇന്നിംഗ്സ് ജയം സ്വന്തമാക്കിയിരുന്നു. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക.